ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്പേർഷൻ റിലേഷൻ. ഒരു വേവിൻ്റെ ഫ്രീക്വൻസിയും ഒമേഗയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്പേർഷൻ റിലേഷൻ. ദ റിലേഷൻ കണക്റ്റിംഗ് ആംഗുലാർ ഫ്രീക്വൻസി and wave vector is called dispersion relation. ഡിസ്പേർഷൻ റിലേഷൻ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒമേഗ ബൈ കെ കണ്ടെത്താൻ പറ്റും. ഒമേഗ ബൈ കെ എന്ന് പറഞ്ഞാൽ എന്താ? ഫേസ് വെലോസിറ്റി. അപ്പോൾ നമുക്കൊരു മീഡിയത്തിലെ ഡിസ്പേർഷൻ റിലേഷൻ കിട്ടിയാൽ നമുക്ക് ആ മീഡിയത്തിലെ ആ വേവിൻ്റെ ഫേസ് വെലോസിറ്റി കണ്ടെത്താൻ പറ്റും. ആ റിലേഷനിൽ നിന്ന് ഒമേഗ ബൈ കെ കണ്ടെത്തുക, അതാണെന്ത്? ഫേസ് വെലോസിറ്റി. ഈ വി പി ഫേസ് വെലോസിറ്റി ഈസ് എ ഫങ്ഷൻ ഓഫ് കെ ഓർ ലാംഡ. കെൻ്റെ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാലും ലാംഡൻ്റെ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാലും ഒക്കെ ഇക്വലൻ്റ് ആണ്. കാരണം കെ എന്ന് പറഞ്ഞാൽ എന്താ? 2π ബൈ ലാംഡ അല്ലേ? ലാംഡൻ്റെ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാൽ കെൻ്റെ ഫംഗ്ഷൻ തന്നെയാണ്. കെൻ്റെ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാൽ ലാംഡൻ്റെ തന്നെ. അപ്പോൾ ഫേസ് വെലോസിറ്റി വേവ് വെക്റ്ററിൻ്റെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഒരു മീഡിയത്തെ ആ ഒരു വേവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോൺ ഡിസ്പേഴ്സീവ് വേവ്. ഇഫ് വി പി ഈസ് എ കോൺസ്റ്റൻറ്റ്, വി പി ഫേസ് വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് കിട്ടി. വാട്ട് ഈസ് ഫേസ് വെലോസിറ്റി? വേർ വി പി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. അതൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് വേവ് ഈസ് നോൺ ഡിസ്പേഴ്സീവ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒന്ന്, ഡിസ്പേർഷൻ റിലേഷൻ ഫോർ റിയൽ പിയാനോ റിംഗ്. String is given by omega square is equal to T0 K square by rho 0 plus AK raised to 4. ഇത് നമുക്ക് ഫേസ് വെലോസിറ്റി കണ്ടുകൂടെ? ഫേസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ ആണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് ഭാഗത്തും കെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മൊത്തമായിട്ട് ഈ ഇക്വേഷനെ കെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? വി പി ഇങ്ങനെ കിട്ടൂല? ഒമേഗ സ്ക്വയർ ബൈ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു T0 ബൈ റോ 0 പ്ലസ് എ കെ സ്ക്വയർ എന്ന് കിട്ടും. What is omega by k? Omega by k is phase velocity. അപ്പോൾ ഒമേഗ സ്ക്വയർ ബൈ കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി പി സ്ക്വയർ. അപ്പോൾ അതിന് നമുക്ക് വി പി സ്ക്വയർ ഫേസ് വെലോസിറ്റി സ്ക്വയർ ഈസ് ഈക്വൽ ടു T0 ബൈ റോ 0 പ്ലസ് എ കെ സ്ക്വയർ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫങ്ഷൻ ഓഫ് കെ ആണ്. ഫങ്ഷൻ ഓഫ് കെ എന്ന് പറഞ്ഞാൽ വേവ് വെക്റ്റർ. അപ്പോൾ വി പി ഫേസ് വെലോസിറ്റി ഈസ് എ ഫങ്ഷൻ ഓഫ് കെ. ദാറ്റ് ഈസ് ഫേസ് വെലോസിറ്റി ഈസ് ഡിപ്പെൻഡിങ് ഓൺ കെ വേവ് വെക്റ്റർ. Therefore phase velocity is
not a constant but depends on k. On k implies the wave is dispersive. ഇനി അടുത്ത എക്സാമ്പിൾ, dispersion relation for electromagnetic wave in ionosphere is given by omega square is equal to omega p square plus c square k square. അപ്പോൾ നമുക്ക് വി പി ഇതെന്താണ്? പ്ലാസ്മ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, അതായത് ഒരു കോൺസ്റ്റൻ്റ് ആണ് ഒമേഗ പി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഫേസ് വെലോസിറ്റി കാണാം, എന്ന് പറഞ്ഞാൽ ഒമേഗ ബൈ കെ അല്ലേ. ഇവിടെ എന്ത് കിട്ടണം? ഒമേഗ സ്ക്വയർ ബൈ കെ സ്ക്വയർ വി പി സ്ക്വയർ. ഒമേഗ മൊത്തമായിട്ട് കെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ നമുക്ക് വി പി സ്ക്വയർ എന്ന് ഇവിടെ എഴുതാൻ പറ്റും. ഒമേഗ പി സ്ക്വയർ ബൈ കെ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? വി പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ബൈ കെ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പോൾ ഇത് അഗെയിൻ എന്താണ്? ഫേസ് വെലോസിറ്റി ഈസ് ഫങ്ഷൻ ഓഫ് കെ. ഈസ് function of k implies wave is dispersive. മൂന്നാമത്തെ എക്സാമ്പിൾ, dispersion relation for gravity waves is given by, ഇന്ന് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഡിസ്പേർഷൻ റിലേഷൻ കിട്ടിയാൽ ഫേസ് വെലോസിറ്റി കാണൽ എങ്ങനെയാണെന്ന് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി കെ എന്നാണ്. ഇവിടെ ഫേസ് വെലോസിറ്റിൻ്റെ ടേമൊക്കെ എത്തിക്കണമെങ്കിൽ ഇവിടെ മൊത്തമായിട്ട് കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒമേഗ ബൈ കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി കെ ബൈ കെ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ജി ബൈ കെ ഇംപ്ലൈസസ് ഇതെന്താണ്? ഫേസ് വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ കെ, again a function of k. Therefore medium is dispersive, the wave is dispersive, therefore the wave is dispersive. നാലാമത്തെ എക്സാമ്പിൾ, വാട്ടർ വേവ്സ്. വാട്ടർ വേവ്സ് ആവുന്ന സമയത്ത് ഡിസ്പേർഷൻ റിലേഷൻ ഒമേഗ ഇസ് ഇക്വൽ ടു എസ് ബൈ റോ കെ റേസ് ടു 3/2 നൽകും. എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇതാണ് വേവ് വെക്റ്റർ. വി പി കിട്ടണമെങ്കിൽ രണ്ട് ഭാഗത്ത് കെ കൊണ്ട് ഇതാക്കാം. വി പി ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ റൂട്ട് ഓഫ് എസ് ബൈ റോ കെ റേസ് ടു 3/2 ബൈ കെ. എസ് ബൈ റോ കെ റേസ് ടു, ഇവിടെ 3/2 എന്ന് പറഞ്ഞാൽ 1 + 1/2 അല്ലേ, അപ്പോൾ ഒരു കെ പോവും, ബാക്കി റൂട്ട് കെ വരും. റൂട്ട് ഓഫ് എസ് ബൈ റോ കെ. ഇത് അഗെയിൻ എന്താണ്? ഡിസ്പേർസീവ് വേവ് ആണ്, കാരണം ഇതൊരു കോൺസ്റ്റൻ്റ് അല്ല. അഗെയിൻ കെ ഉണ്ട് ഇവിടെ. വി പി ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കെൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമുക്ക് നോൺ ഡിസ്പേർസീവ് എന്ന് പറയാം. കെൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് ഡിസ്പേർസീവ് ആണ്.
അതായത് ഇതിൻ്റെ ഫേസ് വെലോസിറ്റി എന്ത് ചെയ്യും, ഈ വേവ് ലെങ്ത്തിനനുസരിച്ച് മാറും, അല്ലെങ്കിൽ വേവ് വെക്ടറിനനുസരിച്ച് മാറും. വേവ് ലെങ്ത്തിനനുസരിച്ച് മാറും എന്നും പറയാം, കാരണം k = 2π/λ ആണ്. ലാംഡ മാറിയാൽ ഇവിടെ മാറും. അപ്പോൾ വളരെ എളുപ്പമാണ് എന്ത് ചെയ്യുക, ഫേസ് വെലോസിറ്റി കിട്ടാൻ എന്ത് ചെയ്യുക, ω/k നമ്മൾ കണ്ടെത്തുക. താങ്ക് യു.